2005 തനിക്ക് അമേരിക്ക വിസ നിഷേധിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടുള്ള അവഹേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യത്തെയും ഭാരതത്തെയുമാണ് അവഹേളിച്ചത്. വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു US നടപടി. ആദ്യ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു മോദിയുടെ പ്രതികരണം. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. जब बीच में आपने मुझे सवाल पूछा था सेटबैक, मैं मुख्यमंत्री था एक डेमोक्रेटिक इलेक्टेड गवर्नमेंट का, और अमेरिकन सरकार ने मुझे वीजा देने से मना कर दिया था. व्यक्ति के जीवन में तो मेरे लिए कोई अमेरिका जाना नहीं जाना कोई बड़ी चीज है, मैं पहले वीजा चुका था, कोई बहुत मेरे थे. लेकिन एक इलेक्टेड गवर्नमेंट और एक स्टेट का अपमान, एक देश का अपमान मैं फील करता था, और मुझे मन में कसक थी कि क्या हो रहा है. जस्ट कुछ लोगों ने झूठ चला दिया, इसलिए ये निर्णय हो गया. दुनिया में ऐसे चलती है दुनिया. मेरे मन में एक भाव था. लेकिन उस दिन मैंने प्रेस कॉन्फ्रेंस की और मैंने कहा कि आज अमेरिकन गवर्नमेंट ने मेरा वीजा रद्द किया है. जो कहना था मैंने कहा, लेकिन मैंने एक बात कही, मुझे कुछ सवाल पूछा गया. मैंने कहा देखिए, मैं अब ऐसा हिंदुस्तान देखता हूं कि दुनिया वीजा के लिए लाइन में खड़ी रहेगी. ये 2005 का मेरा स्टेटमेंट है और आज 2025 में हम पहुंच रहे हैं. मैं बोल रहा हूं तो मुझे दिखता भी है कि अब समय भारत का है. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ഇന്റർനെറ്റ് അഭിമുഖമാണ്. 2 മണിക്കൂർ നീണ്ടുനിന്ന അഭിമുഖം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെ നരേന്ദ്രമോദി എത്തി നിൽക്കുന്ന രാഷ്ട്രീയ ഉന്നതിയെക്കുറിച്ച് വരെയുള്ള ചർച്ച, അതാണ് ഈ അഭിമുഖത്തിൽ ഉണ്ടായത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, 2005 അമേരിക്കൻ വിസ നിഷേധിച്ചു. ഗുജറാത്തിലെ സംഭവവികാസങ്ങളുടെ പേരിലായിരുന്നു. ഗോധ്ര കലാപത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഈ പ്രതികരണം ഉണ്ടായത്. ഇപ്പോൾ അന്ന് 2005 വിസ നിഷേധിച്ചുവെങ്കിൽ ഇപ്പോൾ 20 വർഷത്തിന് ശേഷം ഇന്ത്യൻ വിസയ്ക്കായി അമേരിക്കക്കാർ കാത്തു നിൽക്കുന്ന തലത്തിലേക്ക് തൻ്റെ രാജ്യം മാറിയിരിക്കുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എങ്ങനെ വായിച്ചെടുക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ? നിരിമ, തീർച്ചയായും അമേരിക്കക്കാർ എന്നതിനപ്പുറം ലോകം മുഴുവൻ ഇന്ത്യയുടെ വിസയ്ക്കായി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. 2005 താൻ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെയും ഒരു അഭിമാനത്തിൻ്റെയും ചിഹ്നം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് പ്രാഥമികമായി തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹം വളരെ കൃത്യമായി ഈ നിലപാട് പറയുന്നത്, അതായത് 2005 US വിസ നിഷേധിച്ചത് സംബന്ധിച്ച വിഷയത്തിലുള്ള നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അത്തരത്തിലൊരു വിസ നിഷേധിച്ചത് സംബന്ധിച്ച് യാതൊരു പരാതിയുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ആശങ്കയോ ഒന്നുമില്ല. അത് വ്യക്തിപരമായ വിഷയം, അതൊട്ടും ബാധകവുമല്ല. പക്ഷേ ജനാധിപത്യപരമായി രാഷ്ട്രകൂട സംവിധാനങ്ങളുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയോടാണ് അത് ചെയ്തത് എന്നതാണ് അതീവ ഗൗരവമുള്ള വിഷയം. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഒന്നുണ്ടായത്. അതായത് ഒരു വ്യവസ്ഥാപിത സംവിധാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യം, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന് കൃത്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണസ്ഥാനത്തെത്തുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്ന ഒരു വ്യക്തിയെ, ആ മുഖ്യമന്ത്രിയെയാണ് അവഹേളിച്ചത്. അത്തരത്തിൽ ആ വിസ നിഷേധം, ജോർജ് W. ബുഷിൻ്റെ കാലത്തുണ്ടായിരുന്ന വിസ നിഷേധിച്ച നടപടി ഒരു തെറ്റ് എന്നതിനപ്പുറം ഒരു രാഷ്ട്രത്തിന്, അതൊരു വ്യക്തിയോട് ചെയ്ത തെറ്റ് എന്നത് അത്തരമൊരു വിഷയമല്ല. മുഖ്യമന്ത്രിയോട് ചെയ്ത തെറ്റ് എന്നതിനപ്പുറം അതൊരു രാഷ്ട്രത്തോടൊരു ചെയ്ത ഒരു അവഹേളനമായി തന്നെയാണ് പ്രധാനമന്ത്രി നിരീക്ഷിക്കുന്നത്. അതീവ ഗൗരവമുള്ളൊരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയെ അമേരിക്കയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് അമേരിക്കൻ സർക്കാർ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് അമേരിക്കയുമായി നിരവധിയായ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്താൻ ഭാരതത്തിന് സാധിച്ചിരിക്കുന്നു. ആ മുന്നേറ്റത്തിനെല്ലാം തന്നെ പ്രധാനമന്ത്രി ഈ വിസ നിഷേധിക്കപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേതൃത്വം വഹിക്കുന്നു എന്ന ഒരു വലിയ സത്യവും നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം പറയുന്നത് രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരസ്ഥാനത്തെത്തുന്ന ഒരു മുഖ്യമന്ത്രി, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്, നമുക്കറിയാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായി വാഴ്ത്തപ്പെടുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ജനാധിപത്യമായി, കൃത്യമായ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു
സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന നീക്കമായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കൃത്യമായൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അമേരിക്ക പോലും ഇക്കാര്യത്തിന് കൃത്യമായൊരു മറുപടി നൽകാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലും ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ്. ഒരു പക്ഷേ ഈ നിലപാടിനെ വളരെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഈ നിലപാടിനോടുള്ള കൃത്യമായ ഈ തെറ്റിനോടുള്ള അല്ലെങ്കിൽ US വിസ നിഷേധിച്ച് സംബന്ധിച്ച വിഷയത്തോടുള്ള നിലപാടും കൃത്യമായ നിലപാടും ഒരു മറുപടിയുമായി അദ്ദേഹം വരുന്നത് ആദ്യമായി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ മറുപടി. മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം, നേരത്തെ നീലിമ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിസയ്ക്കായി ലോകം മുഴുവൻ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മഹാരാജ്യത്തെ നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വലിയ ലോകം ആരാധിക്കുന്ന വ്യക്തിയുടെ വലിയൊരു സവിശേഷതയായി വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം. 2005 പറഞ്ഞത് 2025 യാഥാർത്ഥ്യമാകുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ആത്മവിശ്വാസത്തിൻ്റേതുണ്ട്, ആത്മാഭിമാനത്തിൻ്റേതുണ്ട്, രാജ്യസ്നേഹത്തിൻ്റേതുണ്ട്, നിരവധിയായ ഇമോഷണൽ ഘടകങ്ങളും അതിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് ഗോദ്രയെക്കുറിച്ച് പറയുമ്പോഴായിരുന്നു അദ്ദേഹം ഈ പരാമർശങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതായത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഗോദ്രയിൽ കലാപമുണ്ടാകുന്നത്. അവിടെ പോകാനിടയായ ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായി 4 മാസം കഴിഞ്ഞതിന് ശേഷമായിരുന്നല്ലോ അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതും പിന്നീട് അങ്ങനെ തിരിച്ചെത്തുന്നതുമൊക്കെ. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം നേരിട്ട് കാണാനിടയായത്. ആ വേദന ഈ പോഡ്കാസ്റ്റിൽ അദ്ദേഹം വളരെ കൃത്യമായി പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും അക്കാര്യവും വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. തുടർ വാർത്തകളിൽ നമുക്ക് അതിൻ്റെ വാർത്താശകലങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ നൽകാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് അത് മനസ്സിനെ ഏറെ വിഷമിപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു. വ്യക്തി എന്ന നിലയിൽ വലിയൊരു ആഘാതം പോലെ തനിക്ക് തോന്നിയ ഒരു വേദനയുടെ നിമിഷങ്ങളായിരുന്നു അത് എന്നാണ്. മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞത് ആ സംഭവം നടന്ന ഉടൻ തന്നെ ഗോദ്രയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. ആ തീരുമാനം എടുത്തപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഹെലികോപ്റ്ററോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ONGCയുടെ ഒരു ഹെലികോപ്റ്റർ മാത്രമായിരുന്നു. അത് കടത്തിനായി ഉപയോഗിക്കുന്ന ബോംബെ ഹൈയിലേക്കും മറ്റും അല്ലെങ്കിൽ ഈ എണ്ണ ഖനന കേന്ദ്രങ്ങളിലേക്ക് കരയിൽ നിന്ന് ആളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കടത്ത് ഹെലികോപ്റ്റർ മാത്രമായിരുന്നു. അത്തരത്തിലൊരു ഫെറിയിങ് ചെയ്യുന്ന ഹെലികോപ്റ്റർ മാത്രമായിരുന്നു. അത്തരം ഹെലികോപ്റ്ററിനെ ആശ്രയിച്ച് ഒരു VIP സഞ്ചാരം അസാധ്യമാണ് എന്ന നിലപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എടുത്തപ്പോൾ താൻ VIP അല്ല VVIPയുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു എന്ന കൃത്യമായൊരു മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട്. ഏറെ വേദനിപ്പിച്ചെങ്കിലും ആ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയുടെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഐസൻ, ഈ 20 വർഷത്തിന് ശേഷം ഇന്ത്യ എന്ന മഹാരാജ്യം അതിനെ ലോകരാജ്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടി ഈ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ലോകം ഇന്ത്യക്കായി കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. റഷ്യ, യുക്രൈൻ, ഇറാൻ, പലസ്തീൻ, ഇസ്രായേൽ രാജ്യങ്ങളോട് ഈ നിലപാട് വളരെ കൃത്യമായി ഇന്ത്യ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇരട്ടത്താപ്പില്ലാത്ത ഒരു രാജ്യം, അങ്ങനെയാണ് നമ്മുടെ ഭാരതത്തെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് എന്ന വലിയ സന്ദേശവും ഈ അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും നീലിമ, നമുക്കറിയാവുന്നതാണ് ഈ ലോകക്രമത്തിൻ്റെ ചില രീതികളുണ്ട്. ഓരോ ലോകക്രമത്തിലും കൃത്യമായൊരു ലക്ഷ്യത്തോടെയാണ് പല വിഷയങ്ങളിലും ലോകരാഷ്ട്രങ്ങൾ പല കാര്യങ്ങളിലും ലോകത്ത് സംഭവിക്കുന്ന പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിലൊരു വ്യക്തിപര അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ, അതായത് രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ, അത് കമേഴ്ഷ്യൽ താല്പര്യങ്ങളാവാം, സൈനിക താല്പര്യങ്ങളാകാം, അത്തരത്തിലുള്ള താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി തങ്ങളുടെ താല്പര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു രീതിയായിരുന്നു. നമുക്കറിയാവുന്നതാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് കാര്യക്ഷമമായ പ്രശ്നപരിഹാരത്തിന് സാധ്യമാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും എല്ലാം തന്നെ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് പ്രായോഗികമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതായത് ഇന്ന് ലോകം നേരിടുന്ന വലിയ 2 സംഘർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ് റഷ്യ വിഷയത്തിൽ അദ്ദേഹം യുക്രൈനും അതുപോലെ തന്നെ
റഷ്യയും സന്ദർശിക്കുകയും ചെയ്തു, ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു. എടുത്തു പറഞ്ഞത് ഭാരതത്തിൻ്റെ പാരമ്പര്യം, അതായത് അഹിംസയുടെ പാരമ്പര്യം പേറുന്ന ശ്രീബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ വാക്കുകളാണ്, സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ലോകം മുഴുവൻ ഒരു ശാന്തി പടർത്തുന്നതിന് ഭാരതത്തിന് സാധിച്ചിരിക്കുന്നു. ആ സാധിച്ച സാധ്യതകളെല്ലാം തന്നെ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കം, നമുക്കറിയാവുന്നതാണ്, നയതന്ത്ര തലത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അതത് രാജ്യങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്ന ആ സംസ്കാരത്തിൽ നിന്നും ഗ്ലോബൽ സൗത്തിനെ ഒന്നിപ്പിക്കുക, അതുപോലെ തന്നെ ദരിദ്ര രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ ശക്തിയാവുക, അവരുടെ നാവാവുക, അത്തരത്തിലുള്ള വലിയ ആശയങ്ങളെല്ലാം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. രണ്ട് പക്ഷത്തും ചേരാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറകെ പോകാതെ വളരെ കൃത്യമായൊരു വിദേശ നയവും ഒരു അന്തർദേശീയ നയവും അന്തർദേശീയ ഇടപെടലും അദ്ദേഹം സാധ്യമാക്കിയ ഒരു രാജ്യമായി ഭാരതം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ അതെല്ലാം കൃത്യമായി കാണുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു ആത്മവിശ്വാസത്തോടെ ലോകം ഭാരതത്തെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാകുന്നത് 2005 തനിക്ക് അമേരിക്ക വിസ നിഷേധിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടുള്ള അവഹേളനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സർവീസ് കമ്പനിയായ സിറോധായുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്താണ് ഈ ആദ്യ ഇൻ്റർനെറ്റ് അഭിമുഖം ഒരുക്കിയത്. വലിയ തരംഗമാണ് ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ ദേശീയ മാധ്യമങ്ങളിലടക്കം മോദിയുടെ ഈ വാക്കുകൾ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്ര വിവരങ്ങളാണ് ഐസൺ ജോസ് പങ്കുവച്ചത്.